എല്ലാ കൂട്ടുകാർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് ഏത്തക്ക വറുത്താലോ? അതിനായിട്ട് ഞാൻ ഇവിടെ ഓണത്തിനേക്ക് വറക്കാനായിട്ട് നിർത്തിയിരുന്ന കൊലയാണ് അത്, പക്ഷേ പഴുക്കാൻ തുടങ്ങിയോണ്ട് ഇപ്പം വറക്കാനായിട്ട് തീരുമാനിച്ചു. അതിലൊരു 25 കായ, ഏകദേശം ഒരു 5 കിലോ. ഇനി നമുക്കിതിൻ്റെ രണ്ടറ്റവും കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. പൊളിക്കുമ്പം മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്കാണ് നമ്മൾ പൊളിച്ചിടുന്നത്. അതിനായിട്ട് ഞാനിതേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സ്പൂണിന് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതാ നന്നായിട്ട് ഇളക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വാഴയ്ക്കായുടെ കറ പോകുന്നതിനും പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു കളർ വാഴയ്ക്കായ്ക്ക് കിട്ടുന്നതിനുമാണ് ഇങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് നമ്മൾ കായ പൊളിച്ച് ഇടുന്നത്. നമ്മൾ ഇതാ രണ്ടറ്റം കായയുടെ കടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പൊളിച്ചിടുകയാണ്. അത് പൊളിച്ചിടുമ്പോൾ നന്നായിട്ട് ആ വെള്ളത്തിൽ ഒന്ന് മൂടിക്കിടക്കണം. ഒരു 10 മിനിറ്റ് അതിൽ കിടക്കുക. ഇതാ ഞാൻ വാരി വെച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ടും പോയതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് ഇപ്പം തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ പുറമേ ഒരു കളറുണ്ട്. ഞാനിത് അരിയുന്നതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ എന്നും വെച്ചല്ല, ഞാൻ കൈ കൊണ്ടാണ് സാധാരണ എന്നും അരിഞ്ഞ് വറക്കാറുള്ളത്. ഇത് കണ്ടോ, ഞാൻ കൈ കൊണ്ട് അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഒരേ കനത്തിൽ തന്നെയാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചരിഞ്ഞാൽ മതി. ഒരേപോലെ നമുക്കിത് അരിഞ്ഞെടുക്കാം. അത് പാകത്തിന് ഇത്തിരി കട്ടിയോടുകൂടി തന്നെ അരിയുന്നതാണ് നമ്മൾ വാഴയ്ക്ക വറുത്ത് കഴിയുമ്പോൾ ആ ഉപ്പേരിക്ക് സാധമുള്ളതും. ഇനി നമുക്ക് വറക്കാനായിട്ട് ഒരു വലിയ ഉരുളിയാണ് ഞാൻ വച്ചിരിക്കുന്നത്. കാരണം കുറേ അധികം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതിലേക്ക് ഞാൻ 1 കിലോ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് വറക്കുന്നതാണ് കായ്ക്ക് എപ്പോഴും സാധമുള്ളത്. ഉപ്പേരി വറക്കുമ്പോൾ അത് ചക്ക വറക്കുമ്പോഴായാലും വാഴയ്ക്ക വറക്കുമ്പോഴായാലും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണം. ചിലർ പറയും വെളിച്ചെണ്ണ വറുത്താൽ കുറച്ച് നാളെ ഇരിക്കുകയുള്ളൂ, കേടാകുന്നൊന്നുമില്ല. എണ്ണ ചൂടായി കഴിഞ്ഞപ്പം ഞാൻ വാഴയ്ക്ക അതിലേക്ക് ഇട്ടു. ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഇത് മൂടിക്കിടക്കണം. ഇപ്പോൾ ഇനി ഇളക്കരുത്. മൂടിക്കിടന്ന് നമ്മൾ അതിൻ്റെ അടിവശം ഒന്ന് ഉണങ്ങി വന്നു കഴിഞ്ഞ ശേഷമാണ് ഇതിനി ഇളക്കാൻ തുടങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ ഇളക്കിയാൽ അത് വെന്തിട്ട് കുഴഞ്ഞും പോകും, എല്ലാം പൊടിഞ്ഞും പോകും. അതുകൊണ്ട് നമുക്ക് ഇനി ഇളക്കരുത്. ഇതാ അടിവശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് മറിച്ചിടുവാണ്. ഇങ്ങനെ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നമുക്ക് പിന്നെ അപ്പം അടിവശം ഉണങ്ങും, മുകളും ഉണങ്ങി കഴിയും. കണ്ട ഇതിലേക്ക് നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 സ്പൂൺ ഉപ്പ് അത് അങ്ങ് വിതറി നമുക്ക് കൊടുത്തിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. ചിലർ പറയും ഉപ്പിട്ട് കാ വറുത്ത് കഴിഞ്ഞാൽ അധികം നാളിരിക്കുകയായിരുന്നു. അത് വെറുതെ പറയുന്ന. ഞാൻ എന്നാണേലും ചക്ക വറക്കുമ്പോഴും വാഴയ്ക്ക വറക്കുമ്പോഴും ഉപ്പിട്ടാണ് വറക്കുന്നത്. 1 വർഷം വരെ ഞാൻ വെച്ചുകൊണ്ടിരിക്കാറുണ്ട്, ഒരു കേടും വരാറുമില്ല. ഇങ്ങനെ ഉപ്പിട്ടതിന് ശേഷം നമ്മളിത് ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വറക്കരുത് ഒരിക്കലും, മീഡിയം ഫ്ലെയിമിലിട്ട് വറക്കണം. ഇപ്പം നല്ല കിലുകിലെന്നുള്ള ശബ്ദം കേൾക്കും വാഴയ്ക്ക വറുത്ത് പാകത്തിനായി കഴിയുമ്പോൾ. അന്നേരമാണ് നമ്മൾ കോരി മാറ്റേണ്ടത്. ഇപ്പം നന്നായിട്ടും അത് കിലുകിലെന്നുള്ള ശബ്ദമായി ഞാനിത് കോരി മാറ്റുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് വാഴയ്ക്ക കണ്ടോ പെട്ടെന്ന് തന്നെ ആയിക്കഴിഞ്ഞു. നമുക്ക് ബാക്കിയുള്ളതും കൂടെ അങ്ങനെ കുറേശ്ശെ ഇട്ട് നമുക്കത് വറുത്തെടുക്കാം. നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്ന ഉപ്പേരിക്കൊന്നും ഒരു സ്വാദും ഒരിക്കലും വരാറില്ല. കാരണം അത് പല എണ്ണയ്ക്കകത്തായിരിക്കും വറക്കുന്നത്, അതുകൊണ്ടാണ് അതിന് സ്വാദില്ലാത്തത്. പക്ഷെ നമ്മൾ വീട്ടിൽ കായ വറക്കുന്നതിനും ചക്ക വറക്കുന്നതിനുമൊക്കെ നല്ല സ്വാദുണ്ട്. കണ്ടോ, ആ മഞ്ഞപ്പൊടിക്കകത്തിട്ട് വറുത്തതിൻ്റെ കളറ് കണ്ടോ, നല്ലൊരു കളറായില്ലേ. പ്രത്യേകിച്ച് ഞാൻ മഞ്ഞളൊന്നും ഇതിനകത്ത് കലക്കി ഒഴിച്ചിട്ടില്ല. മഞ്ഞ വെള്ളത്തിനകത്തോട്ട് കാ പൊളിച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ എന്താ നല്ല കളറാണെന്ന്. കണ്ടോ, ഇപ്പം ഇതും കോരി മാറ്റാറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം നമുക്കിടാം. ഇനി ഇതിനകത്ത് രണ്ടാമത്തെ പ്രാവശ്യം ഉപ്പിടുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട അത്ര ഉപ്പിടാൻ പാടില്ല. ആദ്യം 1 സ്പൂണാണ് ഇട്ടെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ 1/2 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം ആദ്യത്തെ ഉപ്പിൻ്റെ കുറച്ച് എണ്ണയ്ക്കകത്തുണ്ടാവും. അതുകൊണ്ട് രണ്ടാമത് ഇടുമ്പോൾ നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപ്പ്. ഇനി മൂന്നാമത് നമ്മൾ വറക്കുവാണെങ്കിൽ പിന്നെ അതിന് ഉപ്പേ ഇടണ്ട. അങ്ങനെയാണ് നമ്മൾ കാ വറക്കുമ്പോഴും ചക്ക വറക്കുമ്പോഴും ഒക്കെ ചെയ്യേണ്ടത്.
ഇങ്ങനെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കായും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതാ കണ്ടോ, നല്ല കളറില്ലേ നോക്കിക്കേ. ഞാൻ 25 കായും ഇതാ വറുത്ത് കഴിഞ്ഞു. നല്ല അടിപൊളി ഉപ്പേരിയായിട്ടുണ്ട് കണ്ടോ, നല്ല കിലുകിലെന്നുള്ള ശബ്ദത്തോടെ. ഇതിനി നല്ല കാറ്റ് കടക്കാത്ത നല്ല പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ 1 വർഷം ഇരിക്കും, അതിനൊരു സംശയവുമില്ല കണ്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത്. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.